പറഞ്ഞിട്ട് കാര്യമില്ല, കെജ്രിവാളിന്റെ ഫോൺ അൺലോക്ക് ചെയ്തു തരാൻ പറ്റില്ല. ഇഡിയോട് നോ പറഞ്ഞ് ആപ്പിൾ കമ്പനി. ഇതോടെ ഇഡി കേന്ദ്രത്തിന് കൊടുത്ത എല്ലാ പ്രതീക്ഷകളും അങ്ങ് തകർന്നടിയുകയാണ്. കെജ്രിവാളും AAPയും തെരഞ്ഞെടുപ്പിനായി കൂട്ടിയ എല്ലാ തന്ത്രങ്ങളും തോണ്ടിയെടുക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ ഈ അവസാന നിമിഷത്തിൽ അറസ്റ്റിലാക്കിയത്. അതുവഴി ഫോൺ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തുകൊണ്ട് എന്താണ് AAPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നറിയാൻ കൂടി ഇട്ട പ്ലാനാണിപ്പോൾ തകർന്നടിഞ്ഞില്ലാതെയായി പോയിരിക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉപയോഗിച്ചിരുന്ന ഐഫോൺ അൺലോക്ക് ചെയ്ത് നൽകില്ല എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് ആപ്പിൾ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ആക്സസ് നൽകാൻ ആപ്പിൾ വിസമ്മതിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടും. ഉപകരണത്തിന്റെ ഉടമ സജ്ജമാക്കിയ പാസ്വേഡ് ഉപയോഗിച്ച് മാത്രമേ ഡാറ്റ ആക്സസ് ചെയ്യാൻ കഴിയൂ എന്ന് ആപ്പിൾ അറിയിച്ചതോടെ ഇഡി മൂക്കും കുത്തി വീണു എന്ന് പറയാം. ഇഡി നടത്തിയ റെയ്ഡിനിടെ 70,000 രൂപയും സ്മാർട്ട് ഫോൺ ഉൾപ്പെടെ 4 മൊബൈൽ ഫോണുകളും കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കെജ്രിവാൾ പാസ്വേഡ് നൽകാനും തയ്യാറായില്ല. തന്റെ മൊബൈൽ ഫോൺ ഡാറ്റയും ചാറ്റുകളും ആക്സസ് ചെയ്യുന്നതിലൂടെ AAPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രവും സഖ്യ സമവാക്യങ്ങളെയും കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇഡിക്ക് ലഭിക്കുമെന്ന് കെജ്രിവാൾ പറഞ്ഞിരുന്നു. ഇതാദ്യമായല്ല ഐഫോൺ ആക്സസ് ചെയ്യാനുള്ള ആവശ്യം ആപ്പിൾ കമ്പനി നിരാകരിക്കുന്നത്. മുമ്പ് US സർക്കാരിനോട് പോലും വിവരങ്ങൾ നൽകാനാവില്ലെന്ന് ആപ്പിൾ വ്യക്തമാക്കിയിരുന്നു. ഇഡി എന്ന തുറുപ്പ് ചീട്ടിറക്കി BJP കളം നിറയാൻ ഉദ്ദേശിച്ചെടുത്ത് ഇത്രയും വലിയ തിരിച്ചടികൾ ഒരിക്കലും BJP പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, സഞ്ജയ് സിംഗിന് 6 മാസം ജയിലിൽ അടച്ചിട്ടും ഇഡി സുപ്രീം കോടതിക്ക് മുന്നിൽ നിസ്സഹായരായി ഒരു തെളിവും നൽകാനില്ലാതെ ഇതൊക്കെ വന്നപ്പോൾ ഇഡിക്കെതിരെ ചൊടിക്കുകയാണ് കേന്ദ്രം. എന്തായാലും അവസാനത്തെ കച്ചിത്തുരുമ്പും ഇഡിയുടെ കയ്യിൽ നിന്നും വീണുടയുന്നതോടെ ഇഡി വട്ടപൂജ്യമായി മാറുകയാണ്. അതുവഴി കേന്ദ്രവും.